മനുഷ്യൻ ഏറ്റവും ആഗ്രഹിക്കുന്നതും കൊതിക്കുന്നതും സ്നേഹത്തിനു വേണ്ടിയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തെ തന്നെ രൂപപ്പെടുത്തുന്നത് രണ്ട് കൂട്ടരാണ്. നമുക്ക് സ്നേഹം തന്നവരും സ്നേഹം നിഷേധിച്ചവരും. സ്നേഹാന്വേഷണങ്ങളുടെ കഥയാണ് ധൂർത്തപുത്രന്റെ ഉപമയും. സ്നേഹശൂന്യതയുടെ ക്ഷാമകാലത്ത് അവന് സുബോധമുണ്ടായി എന്ന് വചനം പറയുന്നു. സുബോധം എന്നതൊരു സ്നേഹം തന്നെ പൊതിഞ്ഞു നിൽപ്പുണ്ട് എന്ന ബോധ്യമാണ്. പിന്നീട് അവന് പന്നികളോടൊപ്പം നിൽക്കുവാനായില്ല. വഴിക്കോളിൽ കണ്ണു നട്ട് എന്നും തന്റെ വരവിനായി കാത്തിരിക്കുന്ന സ്നേഹപിതാവിന്റെ അടുത്തേക്ക് അവൻ ഓടുകയാണ്. ദൈവം സ്നേഹമാണെന്ന് വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ നിർവചിക്കുന്നതും യാദൃശ്ചികമല്ല. കുരിശിന് താഴെ ഗുരുവിന്റെ മരണം കണ്ടുനിന്ന ആ ശിഷ്യൻ എല്ലാം അവസാനിച്ചെന്ന് ലോകം വിധി എഴുതിയിട്ടും മരണശേഷം അവന്റെ തിരുവിലാവിൽ നിന്ന് ഒഴുകിയ രക്തവും ജലവും കണ്ട് സാക്ഷ്യപ്പെടുത്തി. മരണത്തിനും ക്രിസ്തുവിന്റെ ഹൃദയത്തിലെ സ്നേഹത്തിന്റെ ഉറവ് പറ്റിക്കുവാനായില്ല. അതുകൊണ്ടാകാം ക്രിസ്തുവിന്റെ സ്നേഹത്തെ പറ്റി ഇന്ന് 2000 വർഷങ്ങൾക്ക് ശേഷം പറയുമ്പോഴും അറിയാതെ നമ്മുടെയൊക്കെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത്. ആഴമേറിയ ഈ സ്നേഹാനുഭവം ലഭിച്ചവർ ലോകത്തിന്റെ സ്നേഹമാകുന്ന കാക്കപ്പുല്ലുകൾക്ക് വേണ്ടി പരക്കം പായുകയില്ല. എന്നാൽ നിത്യസ്നേഹത്തെ ധ്യാനിക്കാതെ ലോകത്തിന്റെ സ്നേഹത്തിനു വേണ്ടി മാത്രം ദാഹിക്കുന്നതല്ലേ നമ്മുടെയൊക്കെ മാനസാന്തരവും ഇന്നും പൂർണ്ണമാകാത്തതിന്റെ കാരണം.